ഹായ്, ഞാൻ സുബിൻ വിയ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CA കോഴ്സിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ സ്റ്റുഡൻസിനും പേരൻസിനും ഉള്ളതാണ്. CA കോഴ്സിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ട് എന്താണ് കേട്ടിരിക്കുന്നത്? ഭയങ്കര ടഫാണ് എന്നാണ് കേട്ടിട്ടുണ്ടായിരിക്കുക. സത്യത്തിൽ CA കോഴ്സ് അത്രയ്ക്ക് ടഫാണോ? എന്തുകൊണ്ടാണ് കുറേ കുട്ടികൾ CA കോഴ്സിൽ തോറ്റു പോകുന്നത്? എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് CA കോഴ്സ് പാസ്സാവാനായിട്ട് വേണ്ടത്? നിങ്ങൾക്ക് ഈ കോഴ്സ് സ്യൂട്ടബിൾ ആണോ? എപ്പോഴാണ് CAക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക? എത്ര കോസ്റ്റ് വരും നിങ്ങൾക്ക് പഠിക്കാനായിട്ട്? ഏകദേശം എത്ര സമയമെടുക്കും നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ ആദ്യത്തെ പോയിന്റിലേക്ക് തന്നെ വരാം. ഇത്രയ്ക്ക് ടഫാണോ CA കോഴ്സ്? CA കോഴ്സ് ടഫ് ആയതുകൊണ്ടല്ല. CA കോഴ്സ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ മറ്റു കോഴ്സുകൾ ചെയ്യുന്നത് പോലെ CAക്ക് പഠിച്ച് പരീക്ഷ എഴുതുമ്പോഴാണ് കുട്ടികൾ തോറ്റുപോകുന്നത്. CA കോഴ്സും മറ്റു കോഴ്സുകളും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാം. A+ഉം Aയും ഒന്നുമില്ലാതെ 10ാം ക്ലാസ്സും +2ഉം ഡിഗ്രിയും ഒക്കെ പാസ്സായിട്ടുള്ള പല ആളുകളും CA പാസ്സായിട്ടുണ്ട്. അവരൊക്കെ CA കോഴ്സിന്റെ ആ വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുമുണ്ട്. എന്താണ് മറ്റു കോഴ്സുകളും CA കോഴ്സുകളും തമ്മിലുള്ള വ്യത്യാസം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എല്ലാവർക്കും ക്രിക്കറ്റ് കളി ഇഷ്ടമുള്ള ആളുകളാണ് എല്ലാവരും. ഒരു ഓവറിൽ ക്രിക്കറ്റ് കളിയുടെ ഒരു ഓവറിൽ എത്ര ബോളാണ് ഉള്ളത്? നിങ്ങൾ BCOMനാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 ബോൾ എന്ന് നിങ്ങൾ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BCOMന് അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് ലഭിക്കും. പക്ഷേ CA കോഴ്സിന്റെ ഫൗണ്ടേഷൻ ലെവലിലാണ് ഇങ്ങനെ ഒരു ചോദ്യം. നിങ്ങൾ 6 ബോളാണ് എന്നാണ് ആൻസർ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അതിന്റെ ആൻസർ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറയുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ്. CA ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കാം: 1 ball which is delivered 6 times. അപ്പോൾ ഒരു ബോളേ ഉള്ളൂ, 6 തവണ എറിയുന്നു എന്ന് മാത്രം. അതിൽ വൈഡും നോ ബോളും ഉണ്ടായിരിക്കാനായിട്ട് പാടില്ല. ഇനി ഇന്റർമീഡിയറ്റിനാണ് ഈ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ള ആൻസർ കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആണ്. അത് ഇങ്ങനെ. എന്താണ് നോ ബോളിന്റെയും വൈഡിന്റെയും ഡെഫിനിഷൻ? ലോ ഓഫ് ക്രിക്കറ്റിന്റെ ഏത് റൂള് പ്രകാരമാണ് നോ ബോളും വൈഡും ഡിക്ലെയർ ചെയ്യുന്നത് എന്നുകൂടി പറയേണ്ടതായിട്ട് വരും. അതേപോലെ ഫൈനൽ ലെവലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയിരിക്കും. ഈ ബോൾ ഡാമേജ് ആയോ 6 അടിച്ചോ ആ ബോൾ നഷ്ടപ്പെട്ടാൽ മറ്റൊരു ബോൾ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു ഓവറിൽ മൾട്ടിപ്പിൾ ബോൾസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു അസംഷൻ കൂടി പറയേണ്ടതായി വരും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം, ഒരു ഓവറിൽ എത്ര ബോളുണ്ട് എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം BCOMനോ +2നോ അല്ലെങ്കിൽ മറ്റ് ഡിഗ്രിക്കോ ചോദിക്കുന്ന 5 മാർക്ക് വളരെ നിഷ്പ്രയാസം കിട്ടുന്നൊരു ചോദ്യം CAക്ക് വരുമ്പോൾ എങ്ങനെ അതിൻ്റെ ആ തലം എങ്ങനെ മാറി എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് CA കോഴ്സിന്റെ പ്രത്യേകത. കാരണം വളരെ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ, സബ്ജക്റ്റിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോഴ്സ് പാസ്സാവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ് CA പാസ്സാവാനുള്ള അല്ലെങ്കിൽ CA ചെയ്യുന്ന ഒരു കുട്ടി ഫോളോ ചെയ്യേണ്ട ഡിസിപ്ലിൻ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്സർവേഷൻ സ്കില്ല്. നിങ്ങൾ CA ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒബ്സർവേഷൻ സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. CAക്ക് മാത്രമല്ല, പല പ്രൊഫഷണൽ കോഴ്സുകളും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ സ്കിൽ എന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർഷങ്ങളോളം പഠിച്ച സ്കൂളാണ്, നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾ എന്നും പോകുന്നത് ആ സ്റ്റെപ്പ് കയറിയിട്ടാണ്. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു എന്ന്? അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്ന് നിങ്ങൾക്ക്
അറിയാമോ? നിങ്ങൾ ഈ പലരും ഡെയിലി ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത്. പക്ഷെ പല ആളുകൾക്കും എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്ന് ഓർത്തു വെക്കാറില്ല, അല്ലെങ്കിൽ എന്ന് ഒബ്സർവ് ചെയ്യാറില്ല. വെറുതെ കാണുന്നതും ഒബ്സർവ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒബ്സർവേഷൻ സ്കില്ല് നിങ്ങൾ വളർത്തിയെടുക്കുക. നിങ്ങൾ CA കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ ഒബ്സർവേഷൻ എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറ്റുക, നിങ്ങളത് വളർത്തിയെടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CA ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്റലിജൻസ്, വളരെ ബ്രില്യൻസ് ഒന്നും വേണമെന്നില്ല CA പാസ്സാവാനായിട്ട്. പക്ഷെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇന്റലിജൻസ്, കോമൺ സെൻസ്, അത് അത്യാവശ്യമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കുറച്ച് കോയിൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു കോയിൻ സെലക്ട് ചെയ്യാം. ഒരു കോയിൻ പിക്ക് ചെയ്ത് വെർട്ടിക്കൽ ഹൊറിസോണ്ടലായിട്ട് ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. പക്ഷേ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ കോയിൻസിൻ്റെ എണ്ണം ഈക്വൽ ആയിരിക്കണം. നിങ്ങളൊരു 5 സെക്കൻഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് സൊല്യൂഷൻ. പലരും ചിന്തിക്കാത്ത സൊല്യൂഷനാണ്. ഒരു കോയിനിന്റെ മുകളിൽ മറ്റൊരു കോയിൻ വെക്കാം എന്ന് പല ആളുകളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ കുറച്ച് വേറിട്ട വഴികളിലൂടെ ബിയോണ്ട് ദ സർക്കിൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾക്ക്. അപ്പോൾ CA കോഴ്സിനും നിങ്ങൾ പലപ്പോഴും ബിയോണ്ട് ദ സർക്കിൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. കാരണം CA കോഴ്സിലെ പല ക്വസ്റ്റ്യൻസും നിങ്ങൾ സാധാരണ കാണുന്ന പോലത്തെ ക്വസ്റ്റ്യൻസുകളായിരിക്കില്ല. അത് ടാക്കിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിയോണ്ട് ദ സർക്കിൾ ചിന്തിച്ചേ മതിയാവും. മറ്റൊരു ചെറിയ എക്സാമ്പിൾ. നിങ്ങളൊരു ഓട്ട മത്സരത്തിനിടയിലാണ്. 2ാം സ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ആളെ നിങ്ങൾ ഓവർടേക്ക് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് പൊസിഷൻ എത്രയാണ്? പലരും കരുതുന്നുണ്ടാകാം 1ാം സ്ഥാനമാണെന്ന്. 1ാം സ്ഥാനം എന്നത് തെറ്റാണ്. 2ാം സ്ഥാനത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ 2ാം സ്ഥാനത്തുള്ള ഒരാളെയാണ് നിങ്ങൾ ഓവർടേക്ക് ചെയ്തിരിക്കുന്നത്. 1ാം സ്ഥാനത്തുള്ള ആൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ ആരും ഓവർടേക്ക് ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഉദാഹരണങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് തെറ്റി എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് ജസ്റ്റ് ഇലസ്ട്രേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് മാത്രമാണ്. CA കോഴ്സ് ചെയ്യാനായിട്ട് നല്ലൊരു മെമ്മറി പവറിന്റെ ആവശ്യമുണ്ട്. കാരണം പല നിയമങ്ങളും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല നിയമങ്ങളും മുൻപ് പോയം പഠിച്ചിരുന്നത് പോലെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് നല്ല മെമ്മറി സ്കില്ല് വളർത്തിയെടുക്കേണ്ടതുണ്ട് CA ചെയ്യാനായിട്ട്. നമ്മൾ ഈ പറഞ്ഞ എല്ലാ കഴിവുകളും ബേസിക്കലി എല്ലാവർക്കും ഉള്ള കഴിവുകൾ തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും കഴിവുകൾ നിങ്ങൾക്ക് ഷോർട്ടാണ്, അല്ലെങ്കിൽ അതിൽ ചില പോരായ്മകൾ ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ. നിങ്ങൾ മറ്റു കോഴ്സുകൾ ചെയ്യുന്നത് പോലെ, മറ്റൊരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു ചെയ്തതുപോലെയോ നിങ്ങൾ CA ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പാസ്സാവില്ല. അതിന് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ആ കോഴ്സിനോട് ഒരു ഫുൾ ടൈം ഡെഡിക്കേഷൻ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരു തപസ്സാണ്. CA എന്ന 2 അക്ഷരം നിങ്ങളുടെ പേരിന്റെ മുൻപിൽ വരുന്നത് വരെയുള്ള ഒരു തപസ്. ആരാണ് CA കോഴ്സ് നടത്തുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്? പല ആളുകളും CAക്ക് പഠിക്കുകയാണ് എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്ന്. CA പ്രൊഫഷൻ റെഗുലേറ്റ് ചെയ്യുന്നതും CA എക്സാം കണ്ടക്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ബോഡിയാണ് ICAI. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്. അതൊരു ഡിസ്റ്റൻസ് ലേണിംഗ് എഡ്യൂക്കേഷൻ പ്രകാരമാണ് CA കോഴ്സ്
പഠിക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കോളേജുകളോ സ്റ്റഡി സെൻറ്ററുകളോ ഒന്നും CA കോഴ്സ് ചെയ്യാനായിട്ട് ആവശ്യമില്ല. അതൊരു സെൽഫ് സ്റ്റഡി എന്നുള്ളൊരു മെത്തേഡിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബ്രാഞ്ചസിൽ തന്നെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് കേരളത്തിൽ 9 ബ്രാഞ്ചസുകളാണുള്ളത്. എറണാകുളം, കോട്ടയം, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോഴിക്കോട്, പാലക്കാട്, ആലപ്പുഴ, കൊല്ലം, കണ്ണൂർ. നിങ്ങൾക്ക് CA കോഴ്സിനെ കുറിച്ച് അറിയാനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചസിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ബ്രാഞ്ചസിൽ നിന്ന് ലഭിക്കും. കേരളത്തിലുള്ള ബ്രാഞ്ചസിന്റെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഗൂഗിൾ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് CAക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക? CA 3 ലെവലാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസിയുടെ എക്സാമുകൾ വരുന്നത്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്നീ 3 ലെവലുകളാണുള്ളത്. നിങ്ങൾക്ക് ഫൗണ്ടേഷന് ജോയിൻ ചെയ്യാനായി +2 എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ +2 എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൗണ്ടേഷനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫൗണ്ടേഷൻ്റെ എക്സാം എഴുതുന്നതിന് മുൻപ് നിങ്ങളുടെ +2 എക്സാം പാസ്സായിരിക്കേണ്ടതുണ്ട്. ഫൗണ്ടേഷന് 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. നിങ്ങൾ +2 കൊമേഴ്സ് ആണ് പഠിച്ചിരുന്നതെങ്കിൽ ഇതിൽ മെജോറിറ്റി പോർഷൻസും നിങ്ങൾ കവർ ചെയ്തിട്ടുള്ള സബ്ജക്റ്റുകൾ തന്നെയാണ്. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, മാത്സ്, എക്കണോമിക്സ് അങ്ങനെയുള്ള സബ്ജക്ട്സുകൾ തന്നെയാണ് വരുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ CAക്ക് പോകാനായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ +1ന് കോമേഴ്സ് സ്ട്രീം ജോയിൻ ചെയ്യുക. +1, +2 കാലഘട്ടത്തിൽ തന്നെ CA ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടത്തുക. അപ്പോൾ സമയം കളയാതെ നിങ്ങൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ CAക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഫൗണ്ടേഷന് ശേഷം ഇൻ്റർമീഡിയറ്റ് കോഴ്സാണ്. 55% മാർക്കോടെ നിങ്ങൾക്ക് BCom പാസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ MCom നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി റൂട്ടിലൂടെ നിങ്ങൾക്ക് CA ഇൻ്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, നിങ്ങൾ മറ്റൊരു ഡിഗ്രിയാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് 60% മാർക്ക് നിങ്ങൾക്കുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി റൂട്ടിലൂടെ ഇൻ്റർമീഡിയറ്റിന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഫൗണ്ടേഷന് 100 മാർക്കിന്റെ 4 പേപ്പറുകളാണ് വരുന്നത്. പേപ്പർ 1 പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് തൊട്ടാണ് തുടങ്ങുന്നത്. പേപ്പർ 2 2 സെഗ്മെന്റുകളാണ്. ബിസിനസ് ലോ, ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. പേപ്പർ 3 2 സെഗ്മെന്റ് ഉണ്ട്. ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്. പേപ്പർ 4ഉം 2 സെഗ്മെന്റ് ഉണ്ട്. ബിസിനസ് എക്കണോമിക്സ്, ബിസിനസ് ആൻഡ് കൊമേഴ്സ്യൽ നോളജ്. അവസാനത്തെ 2 പേപ്പറുകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട് അതിൽ. ഇന്റർമീഡിയറ്റിന് 2 ഗ്രൂപ്പുകളാണുള്ളത്. പേപ്പർ 1 അക്കൗണ്ടിങ്, പേപ്പർ 2 കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ. കമ്പനി ലോയുടെ 60 മാർക്ക്, അതർ ലോസ് 40 മാർക്ക്. പേപ്പർ 3 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. പേപ്പർ 4 ടാക്സേഷൻ, ഇൻകം ടാക്സ് 60 മാർക്ക്, GST ആൻഡ് കസ്റ്റംസ് 40 മാർക്ക്. ഗ്രൂപ്പ് 2 വരുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് 100 മാർക്ക്. പേപ്പർ 6 ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് 100 മാർക്ക്. പേപ്പർ 7 എന്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇൻഫർമേഷൻ സിസ്റ്റം എന്നുള്ള പേപ്പറിന് 50 മാർക്ക്, സ്ട്രാറ്റജിക് മാനേജ്മെന്റിന് 50 മാർക്ക്. ലാസ്റ്റ് പേപ്പറിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റും എക്കണോമിക്സ് ഫോർ ഫിനാൻസും ആണ് വരുന്നത്. ഫൈനൽ ലെവലിലും 2 ഗ്രൂപ്പും ഓരോ ഗ്രൂപ്പിലും 4 പേപ്പർ വെച്ച് മൊത്തം 8 പേപ്പറാണുള്ളത്. ഫൈനൽ ലെവലിന്റെ പേപ്പറിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഫൈനൽ ലെവലിൽ പേപ്പർ 6 എലക്റ്റീവ് പേപ്പറാണ്. 6 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ എന്നീ 3 ലെവലുകളിലായി 20 പേപ്പറുകളാണ് ഉള്ളത്. CA എക്സാം പാസ്സാവാനായി നിങ്ങൾ ഗ്രൂപ്പ് വൈസ് ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ഈ ഗ്രൂപ്പ് വൈസ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് നിങ്ങൾ ഫൗണ്ടേഷനിൽ നിങ്ങൾക്ക് 4 പേപ്പറാണുള്ളത്. 4 പേപ്പറിൻ്റെ ഒരു ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഓരോ പേപ്പറിലും മിനിമം 40% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പാസ്സാവാനായിട്ട്. അത് മാത്രമല്ല, ടോട്ടൽ ദാറ്റ് ഈസ് ഇൻ അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതായത് 4 പേപ്പറിൽ
40% 160 മാർക്ക്, അതായത് ഓരോ പേപ്പറിലും 40 മാർക്ക് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓരോ പേപ്പറുകളും നിങ്ങൾ ഇൻഡിവിജ്വലി പാസ്സായി കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ടോട്ടൽ 160 ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പാസ്സായിട്ടില്ല. കാരണം മിനിമം 200 മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് 50% മാർക്ക് ലഭിച്ചാലേ നിങ്ങൾ ഫൗണ്ടേഷൻ പാസ്സാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇന്റർമീഡിയറ്റിന്റെയും ഫൈനലിന്റെയും കാര്യങ്ങൾ. അവിടെ 2 ഗ്രൂപ്പുകളാണ് ഇന്റർമീഡിയറ്റിനും ഫൈനലിനും ഉള്ളത്. ഈ കാണിച്ചിരിക്കുന്ന റിസൾട്ടിൽ മിനിമം 40% മാർക്ക് ഉണ്ട്, പക്ഷെ അഗ്രിഗേറ്റ് 50% ഇല്ല. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഫെയിലാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ടായിട്ട് എല്ലാ പേപ്പറുകളും ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പേപ്പറുകളും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ 4 പേപ്പറുകളും വീണ്ടും എഴുതേണ്ടതുണ്ട്. മറ്റൊരു റിസൾട്ട് നോക്കുക. അഗ്രിഗേറ്റ് 50% ഉണ്ട്, 200 മാർക്കിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പേപ്പറിൽ ബിലോ 40 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി ഫെയിലാണ്. എല്ലാ പേപ്പറുകളും 40 മുകളിൽ കിട്ടിയിട്ടുള്ള പേപ്പറും എല്ലാ പേപ്പറുകളും രണ്ടാമത് എഴുതേണ്ടതുണ്ട്, വീണ്ടും എഴുതണം. ഇതാണ് CA എക്സാമിന്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് ഒരു പേപ്പറിൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള എല്ലാ പേപ്പറുകളും നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത് എക്സംഷൻ ആണ്. നിങ്ങൾക്ക് അഗ്രിഗേറ്റ് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ മിനിമം ലഭിച്ചിട്ടില്ല, നിങ്ങൾ ഫെയിൽ ആയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ, ഉദാഹരണത്തിന് അക്കൗണ്ടൻസിയിൽ നിങ്ങൾക്ക് 60% മാർക്കിൽ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്, 60 60 കൂടുതലോ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേപ്പറിന് മാത്രം എക്സംഷൻ ലഭിക്കും. അതായത് അടുത്ത തവണ നിങ്ങൾ അക്കൗണ്ടൻസി എഴുതേണ്ടതില്ല, മറ്റു 3 പേപ്പറുകൾ എഴുതിയെടുത്താൽ മതി. എത്ര ചെലവ് വരും CA പഠിക്കാനായി? നിങ്ങൾ CA പഠിക്കുന്നതിന്റെ ഭാഗമായി ഇന്റർമീഡിയറ്റിന്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഓഫീസിൽ നിങ്ങൾ 3 വർഷത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്, ആർട്ടിക്കിൾഷിപ്പ് എന്നാണ് ഇതിനെ പറയുക, ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡിഗ്രിക്ക് ശേഷം നിങ്ങൾ ഡയറക്റ്റ് എൻട്രി സ്കീമിലാണ് CAക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ആ കാലയളവിൽ, ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. മിനിമം സ്റ്റൈപ്പൻഡ് ആണ് എങ്കിൽ പോലും 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മിനിമം സ്റ്റൈപ്പൻഡ് ലഭിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏകദേശം 54,000 രൂപയോളം നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും 3 വർഷം കൊണ്ട്. ഏകദേശം 50,000 രൂപയോളമാണ് ഫൗണ്ടേഷനും ഇന്റർമീഡിയറ്റിനും ഫൈനലിനും കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നിങ്ങൾക്ക് സെൽഫ് സഫീഷ്യൻ്റ് ആയി ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ്. നിങ്ങളുടെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ് CA കോഴ്സ് എന്ന് പറയുന്നത്. ഒട്ടും എക്സ്പെൻസീവ് അല്ല, ഒട്ടും കോസ്റ്റ്ലി അല്ല എന്ന് തന്നെ പറയാം. നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾ സെമസ്റ്ററിന് ലക്ഷങ്ങൾ ഫീസായി കൊടുത്തു പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന, അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന ഒരേ ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്നുള്ളത്. എത്ര വർഷം എടുക്കും CA കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? നിങ്ങൾ +2 കഴിഞ്ഞ് ഫൗണ്ടേഷൻ റൂട്ടാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ പരീക്ഷകളും ഫസ്റ്റ് ചാൻസിലാണ് പാസ്സാവുന്നതെങ്കിൽ 4.5 വർഷത്തിൻ്റെ അടുത്തെടുക്കും നിങ്ങൾ CA കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് +2 കഴിയുമ്പോൾ 17 വയസ്സ്, 4.5 വർഷം എന്ന് പറയുമ്പോൾ 21.5 വയസ്സിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ് എൻട്രി റൂട്ടിലാണ് പോകുന്നതെങ്കിൽ 3 വർഷത്തിൽ കൂടുതൽ എടുക്കും. കാരണം 3 വർഷം ആർട്ടിക്കിൾഷിപ്പ് പീരീഡിന് തന്നെ 3 വർഷത്തിന്റെ അടുത്ത് സമയം വരുന്നുണ്ട്. ഇപ്പൊ 3 വർഷത്തിന്റെ അടുത്തെടുക്കും നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനായിട്ട്. മറ്റൊരു പ്രത്യേകത ഈ കോഴ്സിന്റെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളത്? മറ്റു കോഴ്സുകൾ, ലക്ഷങ്ങൾ ചെലവാക്കി പഠിച്ചിട്ടുള്ള മറ്റു കോഴ്സുകളിൽ പലരും അൺഎംപ്ലോയിഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോലും
ജോലി ഇല്ലാതെ ഇരിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. അത് തന്നെയാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി സി എ കോഴ്സ് ജോയിൻ ചെയ്യാനായിട്ട്, സി എക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഫ്യൂച്ചർ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഫ്യൂച്ചർ സി എസ് എന്ന് പറഞ്ഞ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ഇതേപോലെയുള്ള ടിപ്സുകൾ, മെമ്മറി കൂട്ടാനുള്ള ടിപ്സുകൾ, മെന്റൽ ഫയൽസ്, മെമ്മറി മാനേജ്മെന്റ് ട്രിക്സ്, മെമ്മറി മാപ്സ്, ഒബ്സർവേഷൻസ് കൂട്ടാനുള്ള ഒബ്സർവേഷൻ സ്കില്ലുകൾ നിങ്ങൾക്ക് എങ്ങനെ കൂട്ടാം, നിങ്ങളുടെ ഇന്റലിജൻസ് ലെവൽ നിങ്ങൾക്ക് എങ്ങനെ പതുക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റിലേക്ക്, നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലേക്ക്, നിങ്ങളുടെ ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്ന് മാത്രമാണ് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് നിങ്ങൾ സി എ പാസ്സാവുന്നു അന്ന് നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും എക്സിറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾ സി എക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വിൻ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. സി എ കോഴ്സിനെ കുറിച്ച് മറ്റു പല വീഡിയോസും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ക്ലാസ്സസിനെ കുറിച്ച് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ച് മറ്റു പല വീഡിയോസും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് സി എക്ക് പഠിക്കുമ്പോൾ തന്നെയുള്ള ഇൻകം ടാക്സ് അല്ലെങ്കിൽ GST മറ്റ് സബ്ജക്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ ചാനലിൽ പലപ്പോഴും ഡിസ്കഷൻസ് നടക്കാറുള്ളത്. സീരിയസ്ലി നിങ്ങളൊരു പ്രൊഫഷണൽ ലൈനിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ മറ്റു കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മളതിന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.